ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരരെ, നമ്മൾ മറ്റാരെങ്കിലുടെയും പ്രേരണയാൽ ദൈവത്തിനെതിരായി പലതും പറഞ്ഞു പോയിട്ടുണ്ടാകാം, അഥവാ പലരും പ്രവർത്തിച്ചിട്ടുണ്ടാകാം. എന്നാൽ ദൈവം നമ്മളെ കൈവിടുന്നില്ല. നമ്മളുടെ ഓരോ തെറ്റുകളും ക്ഷമിച്ച് നമ്മളെ നല്ല ജീവിതത്തിലേക്ക് നയിക്കുവാൻ ദൈവം ശ്രമിക്കുന്നു. എന്നാൽ ദൈവം മാത്രം ശ്രമിച്ചാൽ പോരാ, നമ്മളും ശ്രമിക്കണം. നമ്മളെ ഭാഗത്തിൽ നിന്നും എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമ്മൾ നല്ലൊരു വ്യക്തികളാകുവാൻ സാധിക്കുകയുള്ളൂ. ഒരു വ്യക്തി ദൈവത്തോട് പല അനാവശ്യമായ പല വസ്തുക്കൾ, പല ആഗ്രഹങ്ങൾ ആവശ്യപ്പെടുന്നു. എന്നാൽ ആ വ്യക്തി ചോദിച്ച അനാവശ്യമായ ആഗ്രഹങ്ങൾ ദൈവം സാധിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ആ വ്യക്തി ദൈവത്തിനെതിരായി പലരും പറയുകയും പലരും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ദൈവത്തിൽ നിന്ന് കൂടുതൽ അകലുകയും ചെയ്യുന്നു. അങ്ങനത്തെ ഒരു തലമുറയാണിത്. ഈ തലമുറയെ പറ്റി യേശുനാഥൻ മറ്റൊരു സുവിശേഷ ഭാഗത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഈ തലമുറയ്ക്കു ഞാൻ ഒരടയാളങ്ങളും ഒരു അത്ഭുതങ്ങളും പ്രവർത്തിക്കൂല എന്ന്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ അന്വേഷിക്കേണ്ടത് യേശുനാഥനാണ്. യേശുനാഥനാണ് അടയാളം. യേശുനാഥൻ്റെ അത്ഭുതങ്ങളെയും അടയാളങ്ങളെയുമല്ല അന്വേഷിക്കേണ്ടത്. യോഹന്നാൻ്റെ സുവിശേഷ ഭാഗങ്ങൾ നമുക്ക് വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിൽ കൂടുതലും സ്നേഹത്തെ പറ്റിയാണ് എഴുതിയിട്ടുള്ളത്. യേശുനാഥൻ പല വാക്യങ്ങളിലും വചനങ്ങളിലും ഇപ്രകാരം പറയുന്നുണ്ട്: തൻ്റെ ശത്രുക്കളെ സ്നേഹിക്കണമെന്നും തന്നെ ദൂഷണം പറയുന്നവരെ സ്നേഹിക്കണമെന്നും ദൈവം തന്നെ തൻ്റെ ശരീരത്തെ സ്നേഹിക്കണമെന്നും 10 പ്രമാണങ്ങളിലും ഇപ്രകാരം തന്നെ പറയുന്നുണ്ട്: തന്നെ പോലെ തൻ്റെ അയൽക്കാരെ സ്നേഹിക്കണമെന്ന്. എന്തുകൊണ്ടെന്നാൽ ദൈവം സ്നേഹമാണ്. ഈ നോമ്പ് കാലങ്ങളിൽ ഏറ്റവും ആവശ്യമായ കാര്യങ്ങളാണിവ. സ്നേഹിക്കുകയും സഹായിക്കുകയും കഴിഞ്ഞാൽ മാത്രമേ ഈ നോമ്പുകാലം നല്ല വിശുദ്ധിയുള്ള മനുഷ്യരായി തീരുവാൻ സാധിക്കുകയുള്ളൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.